പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. വിശുദ്ധ തോമസ് അക്വൈനസിൻ്റെ ഒരു കൊട്ടേഷൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ്റെ എല്ലാ പാപവും ലോകത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതുപോലെ ഹൃദയത്തിൽ നിന്നുമുള്ള ഓരോ പ്രാർത്ഥനയും ലോകത്തിൽ ഫലമുളവാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപം വർദ്ധിക്കുന്നിടത്ത് അതിലേറെ കൃപ വർദ്ധിക്കുന്നു. അപ്പോൾ അത് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ ഒരു വശത്ത് പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിശുദ്ധീകരണം നടക്കുക. അപ്പോൾ ആ വിശുദ്ധീകരണത്തിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറ്റിവിടാൻ നമുക്ക് സാധിക്കും. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പാപത്തിൻ്റെ ഓരോ ചെറിയ പാപവും ലോകത്തിൽ ഒരു ഫലം ഉളവാക്കുന്നത് പോലെ ഹൃദയപൂർവമായ വിശ്വാസാധിഷ്ഠിതമായ പ്രാർത്ഥനകൾ വലിയ റിസൾട്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ വലിയ ഒരു ആത്മാക്കളുടെ ഒരു കൊയ്ത്ത് നമ്മൾ നേടേണ്ട ഒരു സമയമാണ്. സ്വർഗം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വേലക്കാർ ചുരുക്കമാണ്. വേലക്കാരെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആ വേല ചെയ്യണം. നമ്മളെ ശക്തിയും ബുദ്ധി ഉപയോഗിച്ച് വേല ചെയ്തിട്ട് കാര്യമില്ല. കാരണം സ്വർഗത്തിലേക്ക് ആത്മാക്കൾ കയറത്തില്ല. നമ്മൾ ദേഷ്യവും വെറുപ്പും വിദ്വേഷവും പകയുമായിട്ട് നമ്മൾ ആരുടെ അടുത്ത് പോകാൻ പാടില്ല. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയുണ്ട്. മത്തായി സുവിശേഷം 11:28, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുക. അപ്പോൾ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമാണ്. എൻ്റെ നുകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെയാ പറയുന്നത്, ഞാൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എന്നെ തന്നെ എൻ്റെ ജനത്തിന് പങ്കുവെച്ചു കൊടുത്തു. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക്, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക്, നമ്മളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ നൽകാൻ പറ്റണം. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞിരുന്ന ശൂന്യവൽക്കരിക്കപ്പെടണം. നമ്മൾ ഈ ശൂന്യവൽക്കരിക്കപ്പെടാത്ത സഭ, ശൂന്യവൽക്കരിക്കപ്പെടാത്ത വിശ്വാസി, ശൂന്യവൽക്കരിക്കപ്പെടാത്ത പ്രാർത്ഥനാ കൂട്ടായ്മ ഈ പ്രശ്നത്തിൽ അടിച്ചു പോകും. ഇവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമുക്കിനി ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും നമ്മൾ ഈ ലോകത്തിൽ എന്ത് നേടാം, ഈ പ്രശ്നത്തിനിടയിൽ ഇനി എങ്ങനെ 4 കാശ് ഉണ്ടാക്കാം, ഇനി എങ്ങനെ അടുത്ത ബ്രാഞ്ച് തുടങ്ങാം, ഇനി അടുത്ത പദ്ധതി അവിടെ തുടങ്ങാമെന്ന് നിൽക്കുന്ന പരിപാടി പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ അടിച്ചു പോകും. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ ലോകത്തെ വർജിക്കുക. നമുക്കുള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടേണ്ട കാലഘട്ടമായി. ഇനി ബിൽഡ് ചെയ്യാനുള്ള സമയമില്ല, ഇനി റീപ്പ് ചെയ്യാനുള്ള സമയമുള്ളൂ. വി നീഡ് ടു റീപ്പ് എ ബിഗ് ഹാർവെസ്റ്റ്. അതിനുള്ള ഒരുക്കമാണ്. സകല സംവിധാനങ്ങളും ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള സമയത്തുള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ ശൂന്യവൽക്കരിക്കപ്പെടാത്ത ആത്മാക്കൾക്ക്, അല്ലെങ്കിൽ സഭകൾക്ക്, അല്ലെങ്കിൽ സമൂഹത്തിന്, സംവിധാനങ്ങൾക്ക്, സന്യാസ സമൂഹങ്ങൾക്ക് ഈ പീഡന കാലഘട്ടത്തിൽ വലിയ അസ്വസ്ഥതയുണ്ടാവും, ഭയമുണ്ടാവും, ആകുലതയുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചില മനുഷ്യരൊക്കെ 4-5 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാനിങ്ങനെ സിസ്റ്റേഴ്സിനെ കെട്ടിയതൊക്കെ അവർക്ക് ഭയങ്കര അസ്വസ്ഥരായി പോവുകയാണ്. കാരണം വെച്ചാൽ ഈ ലോകത്തിൻ്റെ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ ടെൻഷനും വലിയ പ്രശ്നമാണ്. ഇവിടെയാണ് നമ്മൾ പഠിക്കണം. നമ്മൾ ശൂന്യവൽക്കരിക്കപ്പെടണം. നമ്മൾ ലോകത്തെ വെറുത്തുപേക്ഷിക്കണം. ലോകത്തിന് കാഴ്ചപ്പാടുകൾ മാറി നിൽക്കണം. അതുകൊണ്ട് യേശുക്രിസ്തുവിന് എങ്ങനെയാണ് ഈ കൊടിയ പീഡനം, അതിനെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എന്നെ തന്നെ എൻ്റെ ജനത്തിന് പങ്കുവെച്ചു കൊടുത്തു. ചതിച്ചവനെയും ഒറ്റുകൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും അന്യായമായി പീഡിപ്പിച്ചവനെയും തന്നെ കുരിശിക്കണമെന്ന് ക്രൂശിച്ച് ഒച്ചയെടുത്തവനെയൊക്കെല്ലാം പങ്കുവെച്ചു കൊടുത്തൊരു സ്നേഹമുണ്ട്. ഈ സ്നേഹത്തിൽ നമ്മൾ വളരണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കുക. ഇങ്ങനത്തേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ വാട്ട് ഈസ് മൈ റിയാക്ഷൻ? ഇപ്പം എന്നെ നാളെ പിടിച്ച് ജയിലിലിട്ട ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ സമൂഹത്തോട് എന്തായിരിക്കും ഞാൻ പറയാം? പിടിച്ചിറങ്ങണോ, വഴി കൂടി നടക്കാൻ പറയാം? നെവർ, ഒരിക്കലും ഇല്ല. യു പ്രേ, നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഇത് വലിയ ഒരു ആത്മീയ നേട്ടത്തിന്, സഭയുടെ വളർച്ചയ്ക്ക്, ആത്മാക്കളെ കൊയ്ത്തിനുള്ള അവസരമാണ്. നമ്മുടെ മേൽ വീഴുന്ന ഓരോ കല്ലുകളും ആയിരക്കണക്കിന് ആത്മാക്കൾ സ്വർഗത്തിലെത്താനുള്ള വകുപ്പുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ പിടിച്ച് പല വകുപ്പുകൾ വെച്ച് നമ്മളൊക്കെ കെട്ടിയിടം പീഡിപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം,
നമ്മളിപ്പോൾ 2 സിസ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. There are thousands of pastors are in jail. അവരുടെ സഹനങ്ങൾ അവരിപ്പോഴും ഇറക്കിയിട്ട് ഉടനെ പോയി 2 ആത്മാക്കളെ പിടിക്കുക. അങ്ങനത്തെ ആൾക്കാരുണ്ട്. And we really appreciate them. We really appreciate their zeal for the gospel. അപ്പോൾ അങ്ങനെ ഒരു സഭയുണ്ട്. ഇപ്പോൾ ചൈന, നമുക്കിവിടെ ഇപ്പോൾ ഇത്തിരി സ്വാതന്ത്ര്യമുള്ള നമ്മൾ ഒച്ചപ്പെടും. കുറച്ച് കഴിയുമ്പോൾ സ്വാതന്ത്ര്യമൊക്കെ പോകും. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അപ്പോൾ നമ്മളിങ്ങനെ നിരാശപ്പെട്ട് ദേഷ്യപ്പെട്ടിരിക്കരുത്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ നമുക്ക് അപ്പോഴും ഇപ്പോഴൊക്കെ ഒരേ സമരമുറയേ ഉള്ളൂ. സ്വാതന്ത്ര്യം ഉള്ളപ്പോഴും സ്വാതന്ത്ര്യം ഇല്ലാത്തപ്പോഴും നമ്മുടെ സമരമുറ ഒന്ന് തന്നെയുള്ളൂ. കാരണം നമ്മുടെ സമരമുറ ആത്മീയ സമരമുറയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞാൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എന്നെ തന്നെ എൻ്റെ ജനത്തിന് പങ്കുവെച്ചു കൊടുത്തു. അതുകൊണ്ട് എന്ത് വന്നാലും എന്തെല്ലാം സംഭവങ്ങൾ നിങ്ങളെ ബാധിച്ചാലും നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. സൗമനസ്യത്തോടെ, ശാന്തരായി, മാന്യമായി, ക്ഷമയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, എങ്കിലും നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ചിലപ്പോൾ കൂടുതലുണ്ടാകും, ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെല്ലാം പ്രാർത്ഥനയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഈ പുസ്തകത്തിലെ 47-ാമത്തെ ഖണ്ഡിക പ്രത്യേകമായിട്ട് ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് വചനം ലൂക്കാ സുവിശേഷം 21:34-35 ഇങ്ങനെയാ പറയാം: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. നമ്മളോട് ജാഗരൂകരായിരിക്കാൻ പറയുന്നത് എങ്ങനെ? എപ്പോഴാണ് വരിക, എന്താ സംഭവിക്കുക, ഭൂമി ഉലുകുന്നുണ്ടോ, ന്യൂസ് നോക്കിയിരിക്കാനോ ഇത് നോക്കിയിരിക്കാനോ അല്ല നമ്മൾ പറയണത്. അത് അത്യാവശ്യം കുഴപ്പമില്ല, ചില വാർണിങ്സാണ്. അത് മനസ്സിൽ ശാസ്ത്രത്തിനൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല പ്രിയ സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. ദൈവത്തിൻ്റെ സംരക്ഷണം പരിപാലനം നമ്മുടെ ഉണ്ടായിരിക്കും. അതുപോലെ ഇതുപോലെ പീഡനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സൗമ്യനസ്യത്തോടെ, ശാന്തരായി, മാന്യമായി, ക്ഷമയോടെ പോകാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കണം. ഇതാണ് നമുക്ക് കരുത്തുണ്ടാകണം. യേശുക്രിസ്തു ദൈവം തൻ്റെ കരുത്ത് കുരിശിൽ പ്രകടമാക്കുന്നത് ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ടല്ല, ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ടും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുമാണ്. അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കരുത്ത് പ്രകടമാക്കുക. ഈ കരുത്ത് നമുക്ക് നേടണം. നമ്മൾ ഇപ്പോൾ കാണിച്ച കരുത്ത് ദൈവിക കരുത്തല്ല, അത് ജഡത്തിൻ്റെ കരുത്ത്, അത് ലോകത്തിൻ്റെ കരുത്താണ്. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാകാം. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ആ കരുത്തിനൊന്നും ഒരു പ്രയോജനമുണ്ടാവത്തില്ല. കാരണം യേശു നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ മണവാളൻ്റെ രീതിയാണ്. മണവാട്ടി പീഡിപ്പിക്കപ്പെടും, ഡെഫിനറ്റ്ലി നമ്മൾ പീഡിപ്പിക്കപ്പെടും. അതിനെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന പരിപാടിയൊന്നും നമുക്ക് നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആത്മീയമായ യുദ്ധത്തിന് നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും മുന്നറിയിപ്പിനെ ഓർമ്മിപ്പിക്കുക. പട്ടിണിയുടെയും ദാഹത്തിൻ്റെയും മരണത്തിൻ്റെയും മുന്നറിയിപ്പുകൾ, വരാൻ പോകുന്ന വലിയ ക്ഷാമങ്ങൾ, വലിയ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഒക്കെ വരാൻ പോകാം. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ കാണുന്നുണ്ട്, ട്രംപ് ഇങ്ങനെ വിരളി പിടിച്ച് നടക്കുകയാണ്. എന്താ ട്രംപ് വിരളി പിടിച്ച് നടക്കുന്നത്? ട്രംപിനവിടെ $36 ട്രില്യൺ അമേരിക്കയുടെ കടം. അമേരിക്ക പലിശ കൊടുക്കുക. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കടം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി പല ഡ്രാസ്റ്റിക് സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആകെ അസ്വസ്ഥതയാണ്. ഇനി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വലിയ സാമ്പത്തിക ഞെരുക്കം ലോകത്തിൽ വരാൻ പോവാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. ഈ കണ്ണിൻ്റെ ദുരാശ കാണുന്നെല്ലാം വാങ്ങിക്കൂട്ടി പുതിയ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ വാങ്ങൽ നിർത്തുക. ആവശ്യത്തിന് കാര്യങ്ങളുണ്ടോ, സ്റ്റോപ്പ് ഇറ്റ്. ബാക്കിയെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ട സമയമാണ്, പങ്കുവെക്കേണ്ട സമയമാണ്. അതുകൊണ്ട് സ്വർഗം നമ്മളെ തടയും. അതുകൊണ്ട് ഈ കാലം വലിയ ക്ഷാമം വരാൻ പോവാണ്, വലിയ പട്ടിണി വരാൻ പോവാണ്, വലിയ സാമ്പത്തിക ഞെരുക്കം വരാൻ പോവാണ്. മുന്നറിയിപ്പുകൾ വരെയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ മുന്നറിയിപ്പുകൾ എങ്ങും എത്താതെ പോകുന്നു, ചുരുക്കം ചിലർ മാത്രം അത് വിശ്വസിക്കുന്നു, അതിനാൽ ഞാൻ ദുഃഖിതനാണ്. ഈശോ പറയാണ്, ഐ ആം വെരി സാഡ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, ഇപ്പോഴും അടുത്ത് എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഞാൻ ദുഃഖിതനാണ്. എങ്കിലും ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് സത്യമാണ്. This is true. This is the truth. Absolute truth. മറ്റൊരാളെ വിദ്വേഷത്തിലും വെറുപ്പിലും ആയിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിനെതിരെ കരുതലുള്ളവരായിരിക്കുവിൻ. മനുഷ്യവംശം എന്നെ കേൾക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ഞാൻ ദുഃഖിക്കുന്നു.
അവർ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും എന്നെ തേടുന്നു. അല്ലേ? എന്നൊരു വലിയ സമൂഹമുണ്ട്. ഇതെല്ലാം പ്രശ്നം നടക്കുമ്പോഴും നമ്മളിങ്ങനെ ഓടുന്നൊരു ഭക്തജനമുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അവർ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും എന്നെ തേടുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നകന്നിരിക്കുന്നു. യെശയ്യാ പ്രവചനം പറയുന്ന പോലെ ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ വളരെ അകലെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, മന്ദോഷ്ടനായിരിക്കും ഒരു സമൂഹമുണ്ട്. കാരണം അവരിപ്പോഴും ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത് ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ നടക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും നൊവേനകളും എല്ലാ ഉടമ്പടികളും എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിൽ നമ്മുടെ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. അത് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുക, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു, അവർക്ക് യാതൊരുവിധ പ്രതിബദ്ധതയോ മാനസാന്തരപ്പെടാനുള്ള ആഗ്രഹമോ ഇല്ല, മാനസാന്തരത്തിലേക്കുള്ള വഴിയിൽ അവർക്ക് താല്പര്യമേ ഇല്ല. സ്വർഗം ലക്ഷ്യമാക്കി, ആത്മരക്ഷ ലക്ഷ്യമാക്കി, സഹജീവികളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുവാനും പ്രവർത്തിക്കാനൊന്നും ഒരു താല്പര്യമില്ല. ഇങ്ങനെ വെറുതെ സ്വന്തം കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ കിട്ടാൻ പോയ വേണ്ടിയിട്ട്, ചില പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയും പ്രാർത്ഥനകളും, അതിന് വേണ്ടിയിട്ടുള്ള ചില കർമ്മങ്ങൾ, ആത്മീയ കർമ്മങ്ങളും. ഇതുകൊണ്ടൊന്നും സ്വർഗം ഒരിക്കലും സന്തോഷിക്കുന്ന ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ നന്ദിഹീനരായ മനുഷ്യവംശത്തിൻ്റെ വാതിൽക്കൽ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും വന്നു മുട്ടുമ്പോൾ നിവൃത്തികേട് കൊണ്ട് അവർ എന്നെ തേടുന്നു. ഈ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നിവൃത്തികേട് കൊണ്ടാണ് ഇന്നൊരു വലിയ സമൂഹം ദൈവത്തിൻ്റെ പുറകെ പോകുന്നത്. അല്ലാണ്ട് ദൈവത്തോടുള്ള സ്നേഹമോ സ്വർഗം പ്രാപിക്കാനുള്ള ആഗ്രഹമോ പാപ വഴികൾ ഉപേക്ഷിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നുമില്ല. ദർ ഈസ് നോ അതർ വേ. ആരുമില്ല സഹായിക്കാൻ. പിന്നെ ആരാ ദൈവത്തിൻ്റെ പുറകെ പോവാ? അങ്ങനെ നിങ്ങൾ തുള്ളുന്നതനുസരിച്ച് തുള്ളുന്നവനല്ല ദൈവം. നമ്മളിങ്ങനെ കുറെ കലാപരിപാടി വെച്ചിട്ട് അതിനനുസരിച്ച് ചാടുന്ന ആളല്ല ദൈവം. കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ നിവൃത്തിയോടുകൊണ്ട് എന്നെ തേടുന്നു. അവർ അത് ചെയ്യുന്നത് മാനസാന്തരപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടല്ല, പിന്നെയോ ഞാൻ മാത്രമാണ് ദൈവം എന്നതുകൊണ്ടും അവർക്ക് വേറെ വഴിയില്ല എന്നതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ഭക്തി ഒന്ന് ആത്മശോധന ചെയ്യാം. ദർ ഈസ് നോ അതർ വേ. നീ വലിയ പ്രതിസന്ധിയിൽ കിടക്കുകയാണ്, നിന്റെ ചുറ്റുപാട് വലിയ പ്രതിസന്ധി കിടക്കുക. അപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ? അതുകൊണ്ട് മാനസാന്തരപ്പെടാനുള്ള താല്പര്യം കൊണ്ടല്ല. മാനസാന്തരം അനുദപിക്കുക. വീണ്ടും പറയുകയാണ്, അനേകർ എന്നെ തേടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടതയിലാകുമ്പോഴാണ്. വളരെ സത്യമല്ലേ? നമ്മളിപ്പോഴും സേവിക്കുന്നത് സാത്താനെ, മാമോൻ എന്ന പൈശാചിക ശക്തിയെ സേവിക്കുന്നവരാണ് ഒരു 98% ക്രിസ്ത്യാനികൾ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ എല്ലാ ആത്മീയ കർമ്മങ്ങളെല്ലാം ഓടുന്നത് എന്തിനാണ്? നീ ചിന്തിച്ചു നോക്കിയേ. നീ നിലന്തോതാ ഓടുന്നത്, നീ ഉപവസിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നത്, നീ തിരികെത്തിക്കുന്നതല്ലേ എന്തിനു വേണ്ടിയിട്ടാണ്? നിന്റെ സാമ്പത്തിക മേഖലയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കരകയറാൻ വേണ്ടിയിട്ടാണ്. വായിച്ചു കേട്ടുകൊള്ളുക. എന്നിട്ട് പറയണം, അവർക്ക് വേറെ വഴിയില്ല എന്നതുകൊണ്ട്. അനേകർ എന്നെ തേടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടതയിലാകുമ്പോഴാണ്. അപ്പോൾ അവർ 1000 വാഗ്ദാനങ്ങൾ നടത്തും. നമ്മുടെ മെയിൻ ഹോബിയാണ്. ഇവിടെയാണ് നമ്മുടെ പല പ്രസ്ഥാനങ്ങളും വരുന്നത്, അല്ലേ? വാഗ്ദാനങ്ങൾ. ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. എന്തിനാണ്? സാമ്പത്തിക പ്രശ്നം, ജോലിയില്ല, കടം മാറണം, ജപ്തി മാറണം, ആ പ്രശ്നം മാറണം, ഈ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഭക്തിയും ആത്മീയ കർമ്മങ്ങളും. Heaven hates that spirituality. വളരെ ശക്തമായിട്ട് പറയാണ്. അതൊന്നുമല്ല സ്വർഗം നമ്മളെന്ന് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറയാം, അനേകർ എന്നെ തേടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടതയിലാകുമ്പോൾ അപ്പോൾ അവർ 1000 വാഗ്ദാനങ്ങൾ നടത്തും, എന്നാൽ അവർ അവയൊന്നും ഒരിക്കലും പാലിക്കുകയില്ല. അപ്പോൾ അവ പാലിക്കാതിരിക്കുന്നത് വഴി അവർ ആത്മീയമായി തങ്ങളോട് തന്നെ നുണ പറയുകയാണ് ചെയ്യുന്നത്. ഭോഷത്വം പറയാതിരിക്കുക. അപ്പം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ വാഗ്ദാനങ്ങളും കുറേ പ്രാർത്ഥനകളും കുറേ ഉപവാസങ്ങളും പരിപാടികളും നടത്തി കുറേ ബൈബിളും വായിച്ചിട്ട് നടക്കുന്ന പരിപാടികളൊക്കെ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. കാര്യം നടക്കാതെ വരുമ്പോൾ ചിലപ്പോൾ അതിന് കാരണാവശ്യം ഇതൊക്കെ നമ്മൾ ഇട്ടച്ചു പോകും. ആരോട് വാഗ്ദാനം? എന്ത് വാഗ്ദാനം? നമ്മൾ പറയുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം ഇടപെടണമെന്നാണ് നമ്മൾ വിചാരം. അതിനുവേണ്ടി കുറേ പ്രാർത്ഥനകളും കുറേ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അർപ്പിച്ച പൊന്നു സഹോദരങ്ങളെ, അവിടെയൊന്നും ദൈവം യേശു ക്രിസ്തു ഇടപെടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കാം. പറയുകയാണ്, അവ പാലിക്കാതിരിക്കുന്ന വഴി അവർ ആത്മീയമായി തങ്ങളോട് തന്നെ നുണ പറയുകയാണ് ചെയ്യുന്നത്. ഭോഷത്വം പറയാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാനുള്ള ഒരു ദൈവമല്ല ഞാൻ. ഈ ലോകത്തിലെ മക്കളെ പോലെ നമ്മൾ കുറേ പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രസാദിക്കുന്ന ദൈവമല്ല യേശു.
യേശു പ്രസാദിക്കും ഒരു സ്ഥലത്ത് മാത്രം: അനുതാപം, പശ്ചാത്താപം, മാനസാന്തരം. സഖ്യേവൂസ് മാനസാന്തരപ്പെട്ടില്ലേ? എങ്ങനെയാണ്? അവൻ്റെ വീട്ടിൽ സ്വസ്ഥതയില്ലായിരുന്നു, സമാധാനം ഇല്ലായിരുന്നു, കുടുംബത്തിൽ ആ കലഹമായിരുന്നു. അതുകൊണ്ട് എന്ത് മനസ്സിലായി? ഈ കുറേ പണം ഉണ്ടാക്കി വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി. യേശുവിനെ തേടി ഇറങ്ങി, മരത്തിൻ്റെ മുകളിൽ കയറി. യേശുവിന് താഴെ ഇറങ്ങാൻ പറഞ്ഞു, താഴത്തോട്ട് ഇറങ്ങി, വീട്ടിലേക്ക് കൊണ്ടുപോയി, സ്വത്തിൻ്റെ പകുതി ദാനം ചെയ്തു. തീർന്നില്ല, മോഷ്ടിച്ചെടുത്തതിൻ്റെ പിടിച്ചു പറിച്ചതിൻ്റെ 4 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കർത്താവ് ഒരു അനൗൺസ്മെന്റ്: ഇന്ന് ഈ ഭവനം രക്ഷപ്പെട്ടു. ഇതാണ് യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാനുള്ള വഴി. അനുതാപം, പ്രാശ്ചിത്തം ഉപേക്ഷിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, സമ്പത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കുക. ഈ ആസക്തിയിൽ കെട്ട് നമ്മൾ തീർന്നു മക്കളെ. അനേകം മക്കൾ ഇന്ന് നമ്മുടെ മക്കളൊക്കെ UK, ജർമ്മനി ഒക്കെ കറങ്ങുകയല്ലേ. ഈ രാജ്യങ്ങളൊക്കെ വരാനിരിക്കുക എന്താണ്? ഈ പുസ്തകത്തിൽ നിന്ന് പറയുന്നുണ്ട്: സ്വർഗഭോഗം, വ്യഭിചാരം, ഭ്രൂണഹത്യ, ഇതൊക്കെ നിയമങ്ങളാക്കി ആഘോഷിക്കുന്ന രാജ്യങ്ങൾക്ക് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിഭീകരമായ ശിക്ഷ ലഭിക്കും. അതിഭീകരമായ ശിക്ഷ. ആ കാര്യത്തിലൊക്കെ നമ്മുടെ ഭരണകർത്താക്കന്മാർ ഇസ് ഗുഡ്. വി റിയലി അപ്രീഷിയേറ്റ് ദാം. കാരണം ബേസിക് ഒരു ഭക്തിയുണ്ട്. ഈ തോന്നിയവാസത്തിനൊന്നും ഭാരത സർക്കാർ കൂട്ടുനിന്നിട്ടില്ല. അതൊക്കെയാണ് സ്വർഗം നോക്കുന്നത്. നമ്മളിങ്ങനെ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾക്ക് ജ്ഞാനം വേണം. എന്നാൽ ഓൾ ദ യൂറോപ്യൻ കൺട്രീസിന് കയറാൻ പോവാണ്, യുദ്ധമൊക്കെ തുടങ്ങാൻ പോവല്ലേ. നമ്മുടെ മക്കളൊക്കെ തിരിച്ചു വരും, എല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരും. അതുകൊണ്ട് അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുക. വെറും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മക്കളെയെല്ലാം പല രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്ന മാതാപിതാക്കളെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഈ രാജ്യങ്ങളിലൂടെയൊക്കെ വലിയ അമേരിക്ക നിലം തൊടാൻ സമ്മതിക്കുന്നില്ല. അമേരിക്ക ഒരു കാറ്റ് കഴിയുമ്പോൾ അടുത്ത ഭൂകമ്പം, അത് കഴിയുമ്പോൾ അടുത്ത വെള്ളപ്പൊക്കം, ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താണ്? ഭ്രൂണഹത്യ, സ്വർഗഭോഗം, വ്യഭിചാരം, ഇതെല്ലാം ലീഗലൈസ് ചെയ്തു. പാപമെല്ലാം ന്യായീകരിക്കുക. അങ്ങനെ ന്യായീകരിച്ചാലൊന്നും സ്വർഗം അനുവദിക്കത്തില്ല. ദൈവവചനത്തെ ഒന്നും മാറ്റുവാനും ലംഘിക്കാനൊന്നും സ്വർഗം അനുവദിക്കുക. കുറച്ച് നാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. Then there will be punishment, there will be action. ഒരു സംശയവും ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇച്ചിരി വഴി കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ $4 കുറച്ച് യൂറോയും പൗണ്ടും കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. അതുകൊണ്ട് പൊന്നു സഹോദരൻ, ഈ രാജ്യത്തൊക്കെ വരാൻ പോകുന്നത് അതിഭീകരമായ കലാമിറ്റീസ് വരാൻ പോവുകയാണ്. അപ്പം നമ്മളിവിടെ ഇരിക്കുന്നവർ ഇപ്പോൾ നമ്മുടെ സമ്പത്ത് പോയി. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കലാപരിപാടികളൊക്കെ നിർത്തി അനുതപിക്കുക. സാമ്പത്തിക ഞെരുക്കം വരുന്നതിൻ്റെ 99% കാരണം എന്താ? ധനത്തിലുള്ള ആസക്തിയാണ്. വെറുത്തുപേക്ഷിക്കണം. ഉള്ളത് കൊടുക്കാൻ പറ്റണം. എങ്കിൽ കർത്താവ് ശുദ്ധി ചെയ്ത സമ്പത്ത് നമുക്ക് തരും. അല്ലെങ്കിൽ ഉള്ളതും കൂടി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് അതാണ് അതിൻ്റെ വഴി എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ കുറേ തിരികെത്തിച്ചുകൊണ്ട്, കുറേ പ്രാർത്ഥിച്ചുകൊണ്ട്, കുറച്ചാൾ എന്തെങ്കിലും കലാപരിപാടി കാണിച്ചാലും സമ്പത്ത് തിരിച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് കർത്താവ് വളരെ പറയാ: നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാനുള്ളൊരു ദൈവമല്ല ഞാൻ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞൊടിയിടയിൽ മാറുന്ന മനസ്സാണ്. നമ്മുടെ ഇഷ്ടമൊക്കെ ഓരോ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ലോകത്തിൽ ഓരോ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ മാറുന്നതനുസരിച്ച് ദൈവം ആ ഇഷ്ടം നിറവേറ്റി തരാൻ നിൽക്കുകയാണോ? അല്ല. ഇപ്പോൾ ഒരു ഫാഷൻ, ഒരു ട്രെൻഡ്, ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ട്രെൻഡ് അനുസരിച്ചാണ് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ മാറുന്നത്. ഫാഷൻ തന്നെ നോക്കിയാൽ അറിയാമല്ലോ, ഇല്ലേ? ഫാഷൻ മാറുന്നതനുസരിച്ച് നമ്മൾ പഴയ വസ്ത്രങ്ങളൊക്കെ വലിച്ച് തോട്ടിക്കളയാണ്. എന്നിട്ട് നമുക്ക് സാമ്പത്തിക ചേർക്കുന്നത് പുതിയ ഡ്രസ്സ് മേടിക്കാനില്ലത്. എന്താ ഡ്രസ്സ് മേടിക്കാനില്ലാത്തത്? നമ്മൾ ഫാഷൻ അനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുക. അങ്ങനെ തുള്ളുന്നവനാണ് ദൈവം. നീ തുള്ളുന്നതനുസരിച്ച് തുള്ളുന്നവനല്ല ദൈവം. അതുകൊണ്ട് ആത്മശോധന ചെയ്യുക. വെറുതെ എന്തെങ്കിലും കാണിച്ചാൽ കർത്താവൊന്നും പ്രത്യക്ഷപ്പെടില്ല മക്കളെ. അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ ഒരു മാറ്റത്തിന് തയ്യാറാവുക. ഞൊടിയിടയിൽ മാറുന്ന മനസ്സാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും പരിശോധിക്കാനുള്ള ഒരു ദൈവമല്ല ഞാൻ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ആദ്യം എന്നെ ആത്മാർത്ഥ ഹൃദയത്തോടെ തേടുക. ദൈവത്തെ തേടണം. സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈറ്റ്യസ്നെസ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും ആത്മാർത്ഥത്തോടെ അന്വേഷിക്കുക. ബാക്കിയെല്ലാം സെക്കൻഡറി. അതുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. കാലഘട്ടങ്ങൾ, ജീവിതത്തെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിന്റെ ഏത് പ്രശ്നത്തിൽ, ഈ പ്രശ്നത്തിന് നടുവിലും നിന്നെ ദൈവം സംരക്ഷിക്കും, പരിപാലിക്കും. നിനക്ക് വേണ്ടി തരാൻ ഇന്നും സ്വർഗത്തിന് സാധിക്കും. അതുകൊണ്ട് കർത്താവിന് 1ാം പ്രയോറിറ്റി കൊടുക്കുക. ഓ പാപത്തിൽ മുങ്ങിയ മനുഷ്യകുലമേ, നിങ്ങൾ സഹനം എന്തെന്നറിയാൻ പോകുന്നു. തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ സഹനം എന്താണെന്ന് അറിയാൻ പോകുന്നുള്ളൂ. അനേകർ തങ്ങളുടെ പാപവും ദുഷ്പ്രവൃത്തികളും മൂലം
മറ്റനേകം പേർ ഇപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിലാണ് ജീവിക്കുന്നത്. കുറേ പേര് ഇപ്പം തന്നെ പാപത്തിന് ഫലമായ വലിയ ദുരന്തത്തിൽ കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് പറയാണ്, പിശാച് മുറിവേറ്റവനാണെന്നും അവൻ ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നെന്നും ഓർക്കുക. ദൈവത്തിൻ്റെ മക്കളെ, പിശാച് ശക്തരായ ആത്മാക്കളെ കാണുന്നുണ്ട്. അവൻ അവരെ അറിയാം. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും കുറച്ച് പേര് നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്നവരുണ്ട്, അത് പിശാചിനറിയാം. ഓക്കെ, പക്ഷെ അവരെ ദുർബലപ്പെടുത്തി കാലഘട്ടങ്ങളിൽ അനേകം സുവിശേഷ പ്രഘോഷകർ ഇങ്ങനെ ആടി ഒലിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. കാരണം ചെറിയ കുറ്റാരോപണങ്ങൾ, ചില സഹനങ്ങൾ വേറെ വരുമ്പോൾ ആകെ നഷ്ടധൈര്യരായി പോവുകയാണ്. അങ്ങനെ നഷ്ടധൈര്യരാകരുത്. നമ്മൾക്കെതിരായിട്ട് പല വാക്കുകളും പ്രവൃത്തികളൊക്കെ ഉണ്ടാവും. ആൾക്കാർ പറയും, തെറ്റിദ്ധരിക്കപ്പെടും. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ശക്തന്മാർ നിൽക്കുന്നതെല്ലാം ഇളകിപ്പോവാണ്. കർത്താവ് പറയാണ്, അങ്ങനെ ഇളകരുത്. ഓക്കെ, അവരുടെ ബലഹീനതകളും അറിയാം. വരാനിരിക്കുന്ന മഹാകഷ്ടതകളുടെ സമയത്ത് തങ്ങളുടെ സഹോദരർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ അവരെ വൈകാരികമായി തളർത്തുകയും ചിതറിച്ചു കളയുകയും അവരെ ശക്തി ക്ഷയിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ അനേക അഭിഷേകമുള്ള ആൾക്കാരൊക്കെ ഈ വൈകാരികമായിട്ട് നമ്മളെ ഇങ്ങനെ കുറ്റം പറയുക, നമ്മളെ പരദൂഷണം പറയുക, ഇല്ലാത്ത കുറ്റാരോപണം നടത്തുമ്പോൾ നമ്മൾ വൈകാരികമായി തളർത്താൻ ശ്രമിക്കും. ഓക്കെ, തളരരുത്. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് അവൻ അവരെ മന്ദോഷ്ണരാക്കുകയും അവർ അറിയാതെ തന്നെ അവരെ കൊണ്ട് തുടർച്ചയായി തിന്മ ചെയ്യിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളും വൈകാരികമായി പ്രതികരിക്കരുത്. ഓക്കെ, നമുക്ക് വൈകാരികമായ പ്രതികരണമില്ല, നമുക്കെല്ലാം ആത്മീയമായിട്ടുള്ള പ്രതികരണമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മേഖല ശരിക്കാൻ പറയാം. എന്നിട്ട് പറയാം, എനിക്ക് ഓരോ മനുഷ്യൻ്റെയും വിശപ്പും ദാഹവും അറിയാം, എന്നാൽ അത് ശരീരത്തിൻ്റെ വിശപ്പോ ദാഹമോ അല്ല. അതുകൊണ്ട് നിങ്ങളും എൻ്റെ വിശപ്പും ദാഹവും മനസ്സിലാക്കണം. സ്വർഗം അഭിലഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരേ ഒരു നിയോഗത്തിന് വേണ്ടിയാണ്. സ്വർഗത്തിനൊരു നിയോഗമുള്ളൂ മക്കളെ. ഒരു ക്രിസ്ത്യാനിക്ക് അവൻ ഇനിയുള്ള കാലഘട്ടം മനസ്സിലാക്കുക, ഒരു ക്രിസ്ത്യാനി സന്തോഷിക്കേണ്ടത് ആത്മാക്കളുടെ മാനസാന്തരത്തിലാണ്. സ്വർഗം സന്തോഷിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണിച്ചു കൂട്ടത് ഒന്നിലും സ്വർഗത്തിന് സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗം സന്തോഷിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുക. പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, റിജോയ്സ് ഇൻ ദ ലോർഡ്, ഐ സേ ഇറ്റ് അഗൈൻ, റിജോയ്സ് മൈ പീപ്പിൾ. കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ? സ്വർഗം സന്തോഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ഈ ലോകത്ത് ഇങ്ങനെ ഇതൊക്കെ നടക്കുമ്പോൾ ഇതിനിടെ കൂടി കുറേ സന്തോഷത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പുറകെ നടക്കുന്ന മക്കളെ സ്വർഗം പറയാണ്, കേട്ടോ, കെണിയാണ്, നീ കെണിയിൽ വീണിരിക്കും. അതുകൊണ്ട് ഇതിൽ വീണിട്ട് കർത്താവേ എന്ന് വിളിക്കരുത്. അതിനു മുമ്പ് നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യത്തേ ഉള്ളൂ, പാപികളുടെ മാനസാന്തരം. ഇതിൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ. നീ ചിന്തിച്ചു നോക്കുക, ഇന്ന് നിന്റെ സന്തോഷം എവിടെയാണ്? മാറ്റണം. ഇതിനാണ് മാനസാന്തരം എന്ന് പറയാം. സ്വർഗം സന്തോഷിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കണം. സ്വർഗത്തിനൊരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? ആത്മാക്കളുടെ രക്ഷ. നമുക്കിനൊരു മിഷനേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആത്മാക്കളെ രക്ഷപ്പെടുത്തണം. പാപത്തിന് അടിമത്തിൽ കിടന്ന, പിശാചിന്റെ ബന്ധത്തിൽ കിടക്കുന്ന മക്കളെ വലയിട്ട് പൊക്കണം. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. പത്രോസ് പറഞ്ഞ പോലെ, നിങ്ങൾ ഇത്ര നാൾ മീൻ പിടിച്ചു കിടന്നാണ്, ഇനി നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. അല്ലേ? സാത്താന്റെ അടിമത്തിൽ കിടക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കാനുള്ള സമയമാണ്. സർവ്വ സെറ്റപ്പോടും കൂടി ഇറങ്ങണം. അതുകൊണ്ട് അതിന് എക്യുപ്ഡ് ആകണം. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ആത്മാക്കളെ രക്ഷിക്കേണ്ട എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ലോകത്തിൻ്റെ ചിന്തകളും തത്വങ്ങളും പരിപാടികളൊക്കെ വെച്ചിട്ടാണ് മനുഷ്യരെ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് the church is in a way is very ineffective. The church cannot touch the new millennium children. അറിഞ്ഞുകൂടാ. They don't know how to win souls. വലിയൊരു കണിയാണ്. അപ്പം അതുകൊണ്ട് സ്വർഗം അഭിലഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരേ ഒരു നിയോഗത്തിന് വേണ്ടിയാണ്. അത് തങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ മാനസാന്തരമാണ്. മാലാഖമാർ, വിശേഷിച്ച് ഓരോ വ്യക്തിയുടെയും കാവൽ മാലാഖമാർ വളരെയേറെ സങ്കടപ്പെടുന്നു. കാരണം ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെയൊക്കെ കാവൽ മാലാഖമാർ വലിയ സങ്കടത്തില്ല. കാരണം അവരുടെ ആഹ്വാനമോ അവരുടെ നിർദ്ദേശമൊന്നും ആരും ശ്രമിക്കുക. നമ്മളിങ്ങനെ ലോകത്തിൻ്റെ സന്തോഷത്തിന് പുറകെ നടക്കുക. എന്നിട്ട് പറയാണ്, അവരുടെ ഈ ദുഃഖം കാണുന്ന ഞാനും ദുഃഖിക്കുന്നു. കാവൽ മാലാഖമാരെ തന്ന ദൈവം ദുഃഖിക്കുകയാണ്. ഇടയ്ക്കൊക്കെ അവർ എൻ്റെ അടുക്കൽ പരാതി അവർക്ക് പറയാമായിരുന്നു. എന്നാൽ നിങ്ങളോടുള്ള അവരുടെ സ്നേഹത്തെ പ്രതി ഇന്ന് വരെയും അവർ അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കും. ഈ മാലാഖമാർക്ക് പറയാതെ, ഞാൻ ഇതിനെ കൊണ്ട് എന്നെ ഏൽപ്പിച്ചാണ്, പക്ഷേ ഇതുങ്ങളൊക്കെ തോന്നിയ ആവശ്യം നടക്കട്ടെ, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ അവർക്ക് വേണേൽ പറയാണ്. പക്ഷെ അവർ പറയുന്നില്ല. അവർ നമ്മളിങ്ങനെ ദൈവത്തെ തിരസ്കരിച്ച്, ദൈവകൽപ്പന തിരസ്കരിച്ച്, സ്വന്തം ജഡത്തിൻ്റെ സുഖസന്തോഷങ്ങൾ പുറകെ നടക്കുന്ന മക്കളുടെ
കാവൽ മാലാഖമാർ നമ്മളോട് വലിയ വേദനയിലാണ്. അവരുടെ വേദന കണ്ട് ഈശോയ്ക്കും സങ്കടമാണെന്ന് പറയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉണരുക. സഭയ്ക്കുള്ള മുന്നറിയിപ്പുകൾ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പറയാ, എൻ്റെ പരിശുദ്ധ സഭയിലെ ഭിന്നത പെട്ടെന്ന് തന്നെ രൂക്ഷമാകാൻ പോകുന്നു. ഇപ്പം തന്നെ പല രീതിയിലുള്ള ഭിന്നതകളുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഭിന്നതകൾ വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനാ പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കിയിരിക്കുക, കർത്താവ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വൈദികർക്കെതിരായും മെത്രാന്മാർക്കെതിരായും തിരിയും. ലോകം ശുദ്ധീകരണത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എൻ്റെ പിതാവിനെതിരെയുള്ള വിദ്വേഷം ഉയർന്നു വരും. എൻ്റെ അനുയായികൾ ഇതിനു മുൻപ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള സഹനം തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. ക്രിസ്തുവിൻ്റെ അനുയായികൾ ലോകത്തിൽ മുമ്പുണ്ടായിട്ടുള്ളതിനേക്കാൾ വലിയ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പാപമെങ്ങും പരക്കുകയാണ്. എൻ്റെ സഭയുടെ വിശ്വാസം സത്യമായും കുറഞ്ഞു വരികയാണ്. കർത്താവ് തന്നെ പറയാം, സഭയുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമയിലെ ലാസ്റ്റ് മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ലുക്ക് വോം ചർച്ച്, വിശ്വാസമില്ല. പോസ്റ്റസി എന്ന് പറയും. ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ കർത്താവിന് വലിയൊരു വേദനയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ അജനത്തോട് പാപത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി നുണകൾ പറഞ്ഞു കൊടുക്കും. അജപാലനത്തിൽ പാപം വലിയ സീരിയസ് ആയിട്ട് ഇപ്പോൾ ആരും പറയുന്നില്ല. കത്തോലിക്ക സഭയിലുള്ള പ്രതിസന്ധി പൈശാചിക ശക്തികളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് പൈശാചിക പീഡയാണ്. ഇന്ന് സഭയിലുള്ള എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളിയും പൈശാചിക ശക്തികളുടെ പ്രവൃത്തിയാണ്. അതാണ് പറയുന്നത്, ഇവിടെ നമ്മൾ നമ്മുടെ ബുദ്ധിയും ശക്തി ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യരുത്. ഉപവാസം, പ്രാർത്ഥന, ഡെലിവറൻസ് പ്രെയർ, ബന്ധന പ്രാർത്ഥനകൾ ചൊല്ലി കുർബാനകൾ അർപ്പിച്ച് ഈ ശക്തിയെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നിനും തോൽപ്പിക്കാൻ പറ്റത്തില്ല. മറ്റേ സന്യാസ ആശ്രമങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ പറയാം, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭവനങ്ങളിൽ, സന്യാസാശ്രമങ്ങളിൽ എന്താണ് അവശേഷിക്കുക എന്നതിനെ ഓർത്ത് ഞാൻ വിലപിക്കുന്നു. നമ്മൾ കുറേ സെറ്റപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെന്താ അവശേഷിക്കുന്നത് കർത്താവ് എന്നെ ചോദിക്കാൻ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള എവരിത്തിങ് വിൽ ബി കോൺഫിസ്കേറ്റഡ്. എല്ലാം എടുത്തു മാറ്റപ്പെടും, എല്ലാം തകർക്കപ്പെടും. അവരുടെ ശാന്തമായ വിശ്രമത്തിൻ്റെ കാലം അവസാനിക്കാനായി ഒരു സമയം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള ദുഃഖത്താൽ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകും. ഈ ഭവനങ്ങൾ എല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നശിപ്പിക്കപ്പെടും. ഈ ദുഷിച്ച സ്വാതന്ത്ര്യം ലോകം മുഴുവനിലും പരക്കുകയും സകലരും മരണതുല്യം ഭയന്ന് വിറയ്ക്കുകയും ചെയ്യും. ഈ പ്രസ്ഥാനങ്ങളെല്ലാം തകർക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഐ ഹാവ് പ്രീച്ച്ഡ് ഇറ്റ് ഇയേഴ്സ് ബാക്ക്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഉണരേണ്ട സമയമായി. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? വാട്ട് ഈസ് മൈ മിഷൻ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? വെറുതെ കുറേ ആതുര സേവനവും കുറേ സോഷ്യൽ വർക്കും ചെയ്ത് നടക്കേണ്ട സമയമല്ല. അവസാന കാലഘട്ടങ്ങളിൽ ആത്മരക്ഷ, പാപികളുടെ മാനസാന്തരം, അതിനുവേണ്ടി ഒരുങ്ങുക. എല്ലാം അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിലെ സ്ഥാനമല്ല, ഇവിടെയൊന്നും ഉണ്ടാവാത്ത അവസ്ഥ വരിക. ഉണരുക, പ്രാർത്ഥിക്കുക. വീണ്ടും ഉറങ്ങുന്ന സഭയ്ക്കുള്ളൊരു മുന്നറിയിപ്പ് പറയുകയാണ്. സഭ ഇന്ന് ഉറങ്ങുകയാണ്. കത്തോലിക്ക സഭ പ്രത്യേകിച്ച് ഉറങ്ങുകയാണ്. പരിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന തരത്തിൽ കൂദാശ വചനങ്ങൾ മാറ്റപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ദൈവിക വാഗ്ദാനത്തിൽ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിക്കണം. ഇതാ എൻ്റെ വിശുദ്ധ ശുശ്രൂഷകരിൽ അനേകർ ഇപ്പോൾ തന്നെ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ വിശ്വസിക്കുന്നില്ല. അവർ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നില്ല. ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് അവർ എല്ലാ പാപങ്ങളെയും നിസ്സാരവൽക്കരിക്കും. ഇപ്പോൾ ഓൾറെഡി ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇനി കൂദാശവചനങ്ങൾ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അന്ന് നിങ്ങളെല്ലാവരും എതിർക്കണം, അതിനെ പ്രതിഷേധിക്കണം എന്ന് പറയണം, പ്രതിരോധിക്കണം എന്ന് പറയണം. ഓക്കെ, പ്രാർത്ഥിച്ചൊരുങ്ങുക. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, സംഭവിക്കുന്നതാണ് പറയണത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. വിദ്യാലയങ്ങളും മറ്റു പൊതുസ്ഥലങ്ങളിലും പ്രാർത്ഥന നിരോധിക്കപ്പെടും. അമേരിക്കയിലും മറ്റു രാജ്യങ്ങളൊക്കെ ഇതൊക്കെ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു. അവസാനം എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലും നിയമവിരുദ്ധമാക്കപ്പെടും. മനുഷ്യർ തമ്മിലുള്ള വെറുപ്പും ഉന്നത സ്ഥാനീയർക്ക് എന്നോടുള്ള വിദ്വേഷവും മൂലം അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാ പരസ്യ പ്രകടനങ്ങളും നിരോധിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നെന്ന് ചെയ്യും. പരസ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ ഗവൺമെൻറ്റുകളെല്ലാം നിരോധിക്കാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ സഭയെ തകർക്കാനുള്ള ഈ കുടില പദ്ധതി കഴിഞ്ഞ 100 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമാകും. കഴിഞ്ഞ 100 വർഷമായിട്ട് സഭയെ തകർക്കാൻ വരുന്ന കാലഘട്ടത്തിൽ നടക്കും. പബ്ലിക് പ്രീച്ചിങ്, പബ്ലിക് മിനിസ്ട്രീസ് ഒക്കെ
നിർത്തപ്പെടാൻ പോകുന്ന ഒരു സമയം വരാൻ പോവാണ്. അപ്പം അതുകൊണ്ട് സമയം കുറച്ചേ ഉള്ളൂ. ദിസ് ഈസ് ദ അവർ, ദിസ് ഇസ് ദ ടൈം. വി നീഡ് ടു റീച്ച് ഔട്ട് ടു സോൾസ്, തൗസൻഡ്സ് ആൻഡ് മില്യൺസ് പുറത്ത് ഉപയോഗിക്കണം. സകല സാധ്യതകൾ ഉപയോഗിച്ച് സുവിശേഷം പറയാനുള്ള സമയമാണ്. ഇത് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ പോലെ പ്രഘോഷിക്കുന്ന സമയമൊക്കെ നിർത്താൻ പോകുന്ന സമയം വരികയാണ്. ഞാനും എൻ്റെ മാതാവും ദൈവം തിരഞ്ഞെടുത്ത ദർശകർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ കാലത്തേക്ക് വേണ്ടി ആത്മാക്കളെ ഒരുക്കാനായിരുന്നു. ദൈവവചനത്തിന് സത്യം എന്തെന്നും വഞ്ചകന്റെ പ്രവൃത്തികളെ എങ്ങനെ തിരിച്ചറിയണമെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കരുത്താർജിക്കും. ദൈവത്തിൽ നിന്നല്ലാത്തവർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കപ്പെടുന്ന നുണകൾ സ്വീകരിക്കാതെ ദൈവവചനത്തോട് വിശ്വസ്തരായി നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനേക നുണകൾ വരും, വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കും. നമ്മൾ വചനത്തോട് ചേർന്ന് നിൽക്കണം. ഓക്കെ, ഇതൊക്കെ അവസാന കാലഘട്ടം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സംഭവിക്കാൻ പേടിക്കരുത്, ഞെട്ടരുത്, ജാഗരൂകരായിരിക്കുക. പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് മനസ്സാന്തരപ്പെടുക. ഓക്കെ, ഇനിയൊരു വചനമേ ഉള്ളൂ, മനസ്സാന്തരപ്പെടുക, ശുദ്ധീകരിക്കുക. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് രണ്ട് കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ഇത്രയും വിശുദ്ധീകരിച്ചാൽ പോരാ. അതുകൊണ്ട് നമ്മൾ എത്രയോ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പാപത്തിൽ കിടക്കുന്നവർ അനുദപിക്കാനുള്ളതാണ് ഈ ശിക്ഷകളൊക്കെ, കേട്ടോ. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. അതെല്ലാം സ്വർഗ്ഗം അനുഭവിക്കുന്ന മനോഹരമായ കരുണയുടെ പ്രവർത്തികളാണ്, ശിക്ഷയല്ല, കാരുണ്യ പ്രവർത്തികളാണ്. അതുകൊണ്ട് ഈ ജ്ഞാനത്തിൽ ജീവിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.